Hello dears! അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ആയ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര കണക്കുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററെ പറ്റി പറയുവാണെങ്കിൽ വളരെ ഈസി ആയി തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മൾക്ക് കുറച്ച് ടേബിൾസും അതുപോലെ തന്നെ ഗ്രാഫ് എല്ലാം വരക്കാനായിട്ട് വരുന്നുണ്ട്. പടം വരക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലെ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നല്ല സൂപ്പർ ആയി തന്നെ എന്ത് ചെയ്യാ ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാ റെഡി ആവണം. ഓക്കെ, യെസ്. അപ്പോ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് മിസ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു എക്സാം നടത്തി. ഓക്കെ, മാത്സിന്റെ ഒരു എക്സാം നടത്തി എന്ന് കരുതാം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നമ്മളോട് വന്ന് ചോദിക്കുകയാണ് ഇപ്പോ ഔട്ട് ഓഫ് 100 100 എത്ര പേർക്ക് 50 താഴെ ഉണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് 30 മാർക്ക് കിട്ടിയവരുണ്ട് എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ കണക്കെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിന് പകരം നമ്മളിവിടെ ഒരു ടേബിൾ ഉണ്ടാക്കി എങ്ങനെയാ ടേബിളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഓരോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനും ഈസി ആയി തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക എന്നെല്ലാം ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ ടേബിൾ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോ അതിൽ നിന്ന് നമുക്ക് ഈസി ആയി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾക്ക് നേരെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമ്മുടെ പരീക്ഷയും കുട്ടികളും തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഓക്കെ, ഒരു 35 കുട്ടികളുടെ, ഒരു 35 അല്ല, ഒരു ക്ലാസ്സിൽ നമുക്ക് കൂട്ടാം 35 കുട്ടികളുടെ ഒരു ടെസ്റ്റ്, ഒരു എക്സാം നടത്തിയതിന്റെ മാർക്ക് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 15, 10, 18 കണ്ടോ? ഓക്കെ, അപ്പോൾ ഈ 35 കുട്ടികളുടെയും മാർക്കാണ് നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താ കണ്ടുപിടിക്കേണ്ടത്? മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ. എന്താണ്? ആവൃത്തി പട്ടിക തയ്യാറാക്കുക. ഓക്കെ, എന്താണ് ഫ്രീക്വൻസി ടേബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? എന്താണ്? ആവൃത്തി പട്ടിക തയ്യാറാക്കുക. സെറ്റ് ആണല്ലോ? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുന്നത്? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന സ്കോർസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ എല്ലാം 2 അക്ക സംഖ്യകളാണ്. 2 അക്കത്തിൽ ഏറ്റവും ചെറുത് വരുന്നത് 10 ആണ്. 10 ഏറ്റവും ചെറിയ സംഖ്യ വരുന്നത്. പിന്നെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ആരാണ്? 20 വലുത് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾക്കൊരു പെട്ടി അല്ലെങ്കിൽ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ഈ 10 മുതൽ 20 വരെയും എന്ത് ചെയ്യാം, സ്കോർസ് അല്ലെ, ആ മാർക്കുകൾ ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഒരു ടേബിൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ടേബിൾ നോക്കിയിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് മാറ്റണ്ടല്ലോ. ഈ ഒരു ടേബിൾ നോക്കിയിട്ട് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ സൈഡിൽ ഞാനൊരു കോളം വരക്കുന്നുണ്ട്. ഫസ്റ്റ് കോളം സ്കോർ. ഓക്കെ, അവർക്ക് ലഭിച്ചിരിക്കുന്ന സ്കോർ ആണ് വേണ്ടത്. അപ്പൊ എത്ര മുതലാണ്? ഏറ്റവും ചെറുത് 10 ആണ്. അവിടെ മുതൽ 20 വരെ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് 10 മുതൽ 20 വരെയും എഴുതാനായുള്ള കോളംസ് ഒന്ന് വരച്ചു പോയേക്കാം. യെസ്, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ ആണല്ലോ? സ്കോർ എഴുതി. ഇനി നെക്സ്റ്റ് വൺ ആണ് അടുത്ത പെട്ടി അല്ലെങ്കിൽ അടുത്ത കോളമാണ് ടാലി. എന്താണ് ടാലി? എന്താണ് ഈ ടാലി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ടാലി എന്ന് പറയുന്ന ബോക്സിൽ നമ്മൾ വരയ്ക്കേണ്ടത് ഈ ഒരു കോളത്തിൽ വരുന്നത് നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ എത്ര കുട്ടികൾക്ക് 10 മാർക്ക് വന്നു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾക്ക് മാർക്കുകളെല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ എത്ര പേർക്ക് 10 മാർക്ക് വന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട് അല്ലെ? 2 കുട്ടികൾക്കാണ് വന്നിരിക്കുന്നത്. വേറെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. എക്സാമിന് നിങ്ങൾ ഇതുപോലെ എഴുതുമ്പോൾ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം ഒന്നില്ലെങ്കിൽ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ റൗണ്ട് ഇട്ട് വെക്കാം കേട്ടോ. കൂടുതലും പെൻസിൽ യൂസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകാം. കാരണം എവിടെയെങ്കിലും തെറ്റിയാൽ ആദ്യം മുതൽ ചെയ്യണമെങ്കിൽ പെൻസിൽ ആണെങ്കിൽ നമുക്ക് മായ്ക്കാൻ സാധിക്കും. പക്ഷെ പെന്നാണെങ്കിൽ ഫുള്ള് കുളമായി പോകും. അപ്പൊ എന്ത് ചെയ്യുക, പെൻസിൽ യൂസ് ചെയ്ത് തന്നെ മാർക്ക് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ 2 പേർക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ടാലി ഇങ്ങനെയാണ് 1, 2 ഇങ്ങനെയാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് എത്രയാണ്? 11 മാർക്ക് അല്ലെ? 11 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. ഓക്കെ, 11 മാർക്ക് കിട്ടിയിരിക്കുന്നത് 1, 2, 3 അല്ലെ? 3 പേർക്കാണ് 11 മാർക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ടാലി എഴുതുന്നു 1, 2, 3. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് 12 മാർക്ക്. 12 മാർക്ക് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. 12 മാർക്ക് വന്നിരിക്കുന്നത് 1, 2, 3. ഓക്കെ, 12 മാർക്ക് വന്നിരിക്കുന്നത് 3 കുട്ടികൾക്കാണ്. 1, 2, 3. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 13 നോക്കാം. 1, 2, 3,
4. ഓക്കെ, 4. 13 മാർക്ക് കിട്ടിയിരിക്കുന്നത് 4 പേർക്കാണ്. 1 2 3 4. ഓക്കെ ആണല്ലോ. ടാലി ഒന്ന് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. 4 വരെയും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി 14 മാർക്ക് എത്ര കുട്ടികൾക്ക് ഉണ്ടെന്ന് നോക്കാം. 14 1 2 3 4. ഓക്കെ, 14 മാർക്ക് വന്നിരിക്കുന്നത് 4 കുട്ടികൾക്കാണ്. 1 2 3 4. ഓക്കെ, ഇനി 15 മാർക്ക് നോക്കാം. 1 2 3 4 5 6. ദാ നോക്കിക്കേ, 6 കുട്ടികൾക്കാണ് 15 മാർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ടാലി വരക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് നോക്കാം. 1 2 3 4 വരെയും നമ്മൾ ഇതുപോലെ ചെയ്യും. 5 ആവുമ്പോൾ ദാ ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അവരെന്ത് ചെയ്യുക, കട്ട് ചെയ്യുന്ന പോലെയാണ് 5ാമത്തെ ലൈൻ അല്ലെങ്കിൽ 5ാമത്തെ ആളെ നമ്മൾ 5ാമത്തെ കുട്ടിയെ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, എന്താണ് 1 2 3 4 വരെ ടാലിയിൽ എന്താ വേറെ നമ്മൾ എന്താണ് 1 ഇട്ട് ഇങ്ങനെ പോകുന്നു. 5ാമത്തത് ഇങ്ങനെ എന്തേ ക്രോസ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇവിടെ 5 പേരാണോ? അല്ല, 6 പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ വീണ്ടും അടുത്തൊരു സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. 16 അല്ലെ, 16 മാർക്സ് അല്ലെ, 16 മാർക്ക് കിട്ടി എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. 16 വന്നിരിക്കുന്നത് 1 2 3 4 5. ഓക്കെ, 5 കുട്ടികൾക്കാണ് 16 മാർക്ക് വന്നിരിക്കുന്നത്. 1 2 3 4 5. Then ഇനി 17 1 2 3 4. ഓക്കെ, 4 കുട്ടികൾക്ക് 1 2 3 4. ഇനി 18 വന്നിരിക്കുന്നത് ഒരു കുട്ടിക്കാണ്. 1 19 വന്നിരിക്കുന്നത് 18 2 കുട്ടികൾക്കുണ്ട് അല്ലേ. ഓക്കെ, 2 പേർക്കുണ്ട്. 1 2. 19 വന്നിരിക്കുന്നത് ഒരാൾക്കാണ്. 20 വന്നിരിക്കുന്നത് ഒരാൾക്കാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ ടാലി നമ്മൾ എന്ത് ചെയ്തു, ഫിനിഷ് ചെയ്തു. ഓക്കെ, ദാ 5ൽ കൂടുതലായി കഴിഞ്ഞാൽ എങ്ങനെയാന്ന് മനസ്സിലായോ? ദാ 6 പേരോ 10 പേരോ ആണെങ്കിൽ 1 2 3 4 5. 10 പേരാണ്. വീണ്ടും എന്താ അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5. ഓക്കെ, വീണ്ടും ഉണ്ടെങ്കിൽ വീണ്ടും അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെയാണ് ടാലി നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് എത്ര കുട്ടികൾക്കാണ് എന്നുള്ള നമ്പർ ഒന്ന് എഴുതിയേക്കാം. ഓക്കെ ആണല്ലോ. കുട്ടികളുടെ എണ്ണം ഈ 3 കോളംസ് ആണ് നമ്മൾക്ക് ഫ്രീക്വൻസി ടേബിളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് ചിൽഡ്രൻ. സിമ്പിൾ അല്ലേ? ഇതാ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇതാ ഇവിടെ എത്ര പേരുണ്ട്, ഇവിടെ എത്ര പേരാണുള്ളത്, 2 കുട്ടികളാണ്. അപ്പൊ നമുക്ക് ഇതാ ഈസി ആയി തന്നെ ഇതാ നേരെ തന്നെ ഇതാ എത്രയാണ്, 2 കുട്ടികൾക്കാണ് 10 മാർക്ക് ലഭിച്ചിരിക്കുന്നത്. 11 മാർക്ക് എത്ര കുട്ടികൾക്കുണ്ട്, 3. അതുപോലെ തന്നെ 12 മാർക്ക് 3. ഇനി മിസ് അങ്ങ് എഴുതി പോകോട്ടെ. ഓക്കെ, ഇതാ ഇവിടെ വരുന്നത് 4, ഇവിടെ 5, then 6, 5 4 2 1 1. കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾക്ക് എന്ത് വരുന്നത്, കുട്ടികളുടെ എണ്ണം വരുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളോട് 35 കുട്ടികൾ, 35 ചിൽഡ്രൻ അല്ലെ, 35 കുട്ടികളുടെയാണ് മാർക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഇതാ ഇപ്പോൾ എഴുതിയിരിക്കുന്ന നമ്പർ ഓഫ് ചിൽഡ്രൻ എല്ലാവരെയും കൂടി കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 35 വരുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, 35 വന്നില്ല എങ്കിൽ ഇവിടെ ഏതെങ്കിലും കുട്ടിയുടെ മാർക്ക് എടുക്കാനായി നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാം ചെയ്ത് അല്ലെങ്കിൽ എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, വായിച്ചല്ല, ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എണ്ണം തന്നെയാണോ നമ്മൾക്ക് ഇവിടെ ടോട്ടൽ കൗണ്ട് വന്നിരിക്കുന്നതെന്ന്. ഓക്കെ ആണല്ലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഇതാ നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഒന്ന് ഹെഡിങ്ങും കൂടി കൊടുക്കണേ, ഫ്രീക്വൻസി ടേബിൾ എന്ന്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണാമല്ലോ. വളരെ ഈസി ആയി തന്നെ നമ്മൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ട് മറ്റ് സബ് ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ദാ ഹൗ മെനി ചിൽഡ്രൻ സ്കോർഡ് 20. 20 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, സാധാരണ നമ്മൾക്ക് ഈ ഒരു ടേബിൾ മാത്രം തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുവാണ് ഇത്ര 35 കുട്ടികളിൽ 20 മാർക്ക് കിട്ടിയത് എത്ര കുട്ടികൾക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോക്കി എന്താ ആൻസർ കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ആരുണ്ട്, ഫ്രീക്വൻസി ടേബിൾ ഉണ്ടല്ലേ. അപ്പോൾ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടെങ്കിൽ ഈ ടേബിളിൽ നോക്കിയിട്ട് ഡയറക്റ്റ് നമുക്ക് പറയാൻ സാധിക്കും 20 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളാണുള്ളത്, ഒരേ ഒരു കുട്ടിയാണുള്ളത്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ മനസ്സിലായോ എന്തിനാണ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കിയത്? ടേബിളിൽ നോക്കി നമ്മൾക്ക് ഏതൊരു ക്വസ്റ്റ്യനും ഈസി ആയി തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത്
10നും 20നും മാർക്ക് ഇടയിൽ വരുന്ന മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് 10 മാർക്കിനും 20 മാർക്കിനും ഇടയിൽ സ്കോർ ചെയ്തിരിക്കുന്ന എത്ര കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്നില്ലെങ്കിൽ ഇവരെല്ലാവരും തമ്മിൽ കൂട്ടിയാൽ പോരെ. ഇവിടെ വരെയുമുള്ള മാർക്ക്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള മാർക്ക് എന്ത് ചെയ്യുക, കൂട്ടുക. അതിന് പകരം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം 35 കുട്ടികളുണ്ട്. ഈ 35ൽ നിന്നും 10 മാർക്കും 20 മാർക്കും കിട്ടിയ കുട്ടികളെ കുറച്ചാൽ പോരെ. അപ്പോ 35ൽ നിന്നും ഈ 2ഉം ഈ 1ഉം, അതായത് 3 കുറച്ച് കഴിഞ്ഞാൽ 32 കിട്ടും. ആ 32 കുട്ടികൾക്കായിരിക്കും എന്ത് വന്നിരിക്കുന്നത്, 10നും 20നും ഇടയിൽ സ്കോർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 2 രീതിയിൽ ചെയ്താലും എന്താണ് കറക്റ്റ് ആൻസർ തന്നെ വരും. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, സ്കോർ ആൻസറിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ ഇതും വളരെ സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. അടുത്തത് എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, 10 മാർക്കിൽ കുറവ് എത്ര കുട്ടികൾക്കുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് 10 മാർക്കിൽ കുറവ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് 10 മാർക്കാണ് അല്ലെ. അതിലും കുറവ് 9ഓ 8ഓ 7ഓ ഏതെങ്കിലും കുട്ടിക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്, 0 അല്ലെ. ആർക്കും തന്നെ 10 മാർക്കിൽ കുറവ് എന്താ ലഭിച്ചിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഓക്കെ, വാട്ട് ഈസ് ദി സ്കോർ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഗോട്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് 6 അല്ലേ. 6 കുട്ടികൾക്കും എത്ര മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്, 15. ഓക്കെ ആണല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണ്, 15 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും വളരെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ ഫ്രീക്വൻസി ടേബിൾ വരക്കാൻ പറഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ ടെമ്പറേച്ചർ ആണ്, ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ ആണ് തന്നിരിക്കുന്നത്. 40 1 ഡേ 40 ടൗൺസ്. ഓക്കെ, 40 ടൗണുകളുടെ എന്താണ് ടെമ്പറേച്ചറിന്റെ എന്താണ് ലിസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ലിസ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഇവിടെയും എന്താ ഫ്രീക്വൻസി ടേബിൾ എന്താണ് ആവൃത്തി പട്ടിക ഉണ്ടാക്കുക, തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഏറ്റവും ചെറുതും വലുതും എവിടെ എന്താണ് തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ നമ്പറും ഏറ്റവും വലിയ നമ്പറും ഒന്ന് എന്താണ് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് സ്കോർ ആണെങ്കിൽ സ്കോർ നേരത്തെ എഴുതി. ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ, ദെൻ ടാലി, ദെൻ നമ്പർ ഓഫ് ടൗൺ അല്ലെ, 3 കോളംസ് എഴുതി നേരെ കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഏറ്റവും ചെറുതെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 23 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 23 നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും വലുതെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 40 and 47 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ 10 മുതൽ 20 വരെ നമ്മൾ എഴുതിയതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനിൽ 23 മുതൽ 47 വരെയും എഴുതാൻ പോസിബിൾ ആണോ? അല്ല അല്ലെ. ഒത്തിരി ഇങ്ങനോട് എന്താണ് ഇറങ്ങി കുറെ ആയിട്ട് നമുക്ക് താഴേക്ക് ചെയ്തു പോവേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലാസ് ആയിട്ട് തിരിക്കുന്നു. എന്താണ് ക്ലാസ്സസ് ആയിട്ട് നമ്മൾ നമ്മളുടെ ടെമ്പറേച്ചർ എഴുതുന്നു. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അതെങ്ങനെയാന്ന് നോക്കാം. യെസ്, അപ്പോൾ ഇവിടെ 23 ആണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ക്ലാസ് ഒരു 5 ഡിഫറൻസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 23 എന്ന് പറയുന്നത് ഒരു 20ൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 to 25 എന്ത് വരും, 23 വരുമല്ലോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 25 to 5 അല്ലേ ഡിഫറൻസ് വന്നിരിക്കുന്നത്. 25ന്റെ കൂടെ 5 കൂട്ടിയാൽ 30, അടുത്തത് 30 to 35, 35 to 40, അങ്ങനെ എത്ര വരെ എഴുതണം, ഇവിടെ 47 വരെയും നമ്മൾക്ക് എന്താണ് കൊള്ളുന്ന രീതിയിൽ ഒരു 50 വരെയും എഴുതി പോകേണ്ടതുണ്ട്. ക്ലിയർ ആണല്ലോ. യെസ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് വരക്കാം, സ്കെയിലും പെൻസിലും എടുത്ത് വെച്ചോളൂ. നമുക്ക് നേരെ തന്നെ ടേബിൾ വരക്കാം. ഇവിടെയും ഡീറ്റെയിൽസ് മിസ് ഇവിടെ എന്താണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നമ്മൾക്ക് സൈഡിലെ ടേബിളിൽ വരച്ച് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളമാണ് ക്ലാസ്സസ് അല്ലെങ്കിൽ ക്ലാസ്. ഓക്കെ, ക്ലാസ്. അപ്പോൾ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് എത്രയായിരുന്നു, 23 ആണല്ലേ നമ്മൾ പറഞ്ഞു. അപ്പൊ 20 to 25 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. മിസ് ഇവിടെ ഇങ്ങനെ ഔട്ട്ലൈൻസ് ഒന്നും വരക്കുന്നില്ല. എക്സാമിന് സ്റ്റാറ്റിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ പെൻസിലും സ്കെയിലും എല്ലാം യൂസ് ചെയ്ത് നല്ല സൂപ്പറായി തന്നെ വരക്കണം കേട്ടോ. അല്ലെ, കാണുന്ന ടീച്ചർക്ക് മാർക്ക് അല്ലെ അങ്ങ് കൊടുക്കാനായിട്ട് തന്നെ തോന്നണം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വരുന്നത് എത്രയാണ്, 20 to 25.
25 to 30, 30 to 35, 35 to 40, 40 to 45, 45 to 50, 50 to 55 വരെ നമുക്കൊന്ന് എഴുതിയേക്കാം. അറിയില്ല എവിടെ വരെ ഉണ്ടെന്ന്. ഓക്കെ, പെട്ടെന്ന് നമ്മൾ നോക്കിയപ്പോൾ ഇത്ര വരെ ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത കോളം എന്താണ്? അത് തന്നെ, എന്താണ്? ടാലി. ടാലി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ടാലി നമ്മൾ വരക്കുന്നത് എങ്ങനെയാ നമുക്കൊന്ന് നോക്കിയേക്കാം. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഓരോ ആളുകളെയും നമ്മൾ എടുക്കുന്നു. ആദ്യത്തവൻ 41. 41 എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പറിനിടയിലാണ് വരുന്നത്? 40നും 45നും അല്ലേ? അപ്പോൾ അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇതെല്ലാം. ഇനി 23 എന്ന് പറയുന്നത് 20നും 25നും ഇടയിലാണ് വരുന്നത്. 32 എന്ന് പറയുന്നത് 30നും 35നും ഇടയിൽ വന്നു. അതുപോലെ 40 എവിടെയാ ഇടേണ്ടത്? നോക്കാം. 40 എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, 35 to 40 വരുന്നുണ്ട്. ഇവിടെയും ഒരു 40 വരുന്നുണ്ട്. 40 to 45 ഇവിടെയും ഒരു 40 വരുന്നുണ്ട് അല്ലെ? കൺഫ്യൂഷൻ ആയല്ലോ അല്ലേ? ഈസി ആണെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഒരു എന്താണ്, നമ്മളൊരു എൻഡ് അല്ലെ, ഒരു ഡെഡ് പോയിന്റിൽ വന്ന് നിൽക്കുകയാണ് അല്ലെ? വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളടാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 35 മുതൽ എന്താണ് 40ന് തൊട്ട് മുൻപ് വരെയുള്ളതാണ്. ഓക്കെ, നമ്മൾ 40 എന്ന് പറയുമ്പോൾ 40 സ്റ്റാർട്ട് ചെയ്യുന്നത്, 40 തുടങ്ങുന്നത് എവിടെയാണ്? 40 to 45. അപ്പോൾ എവിടെയാണ് വരുത്തേണ്ടത്? 40 എന്ന് പറയുന്നത് 40 to 45ലാണ് വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾക്ക് 25 നോക്കാം. ഓക്കെ, 25 സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? 25 to 30. അപ്പോൾ 25 എവിടെയാണ് വരുത്തേണ്ടത്? ഇവിടെയാണ് 25 വരേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് 30 ഇനി എവിടെയായിരിക്കും? 30 to 35ലായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാലി മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 38 എന്ന് പറയുന്നത് എത്രയാണ്? 35നും 40നും ഇടയിലാണ്. മാർക്ക് ചെയ്തു. അടുത്തത് 47. ഇനി നമുക്ക് സ്പീഡിലങ്ങ് പോവാല്ലേ, വളരെ സിമ്പിൾ ആണ്. 45 to 50. വീണ്ടും 40 വന്നിരിക്കുന്നു. എവിടെയാണ്? 40 to 45. 39 എന്ന് പറയുന്നത് 35 to 40നിടയിലാണ്. 26 എന്ന് പറയുന്നത് 26 എവിടെ എവിടെ എവിടെ? യെസ്, 26 25നും 30നും ഇടയിലാണ്. 31 30നും 35നും ഇടയിലാണ്. 37 എന്ന് പറയുന്നത് 35നും 40നും ഇടയിലാണ്. 32 എന്ന് പറയുന്നത് 30നും 35നും ഇടയിലാണ്. അയ്യോ, ക്ഷീണിച്ചോ? ഇല്ല, ക്ഷീണിക്കാൻ പാടില്ല. നമുക്ക് അവസാനം വരെയും ചെയ്യാനുണ്ട്. 36 എന്ന് പറയുന്നത് 35നും 40നും ഇടയിലാണ്. 41 എന്ന് പറയുന്നത് 40നും 45നും ഇടയിലാണ്. ഇനി എഗെയിൻ 30 വരുന്നുണ്ട്. 30 ഇവിടെ നോക്കിക്കേടാ, 30 to 35 ആണ്. 1 2 3 4 വരെ നമ്മൾ മാർക്ക് ചെയ്തു. 5 എങ്ങനെയാ മാർക്ക് ചെയ്യേണ്ടത്? നേരെ ക്രോസ് ആയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്, മറന്നു പോവരുതേ. ഓക്കെ, ഇനി 25 ഇവിടെയാണ് വരുന്നത്. 27 ഇവിടെ തന്നെയാണ് വരുന്നത്. 30 വീണ്ടും 30 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത സെറ്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. 29 വീണ്ടും ഇവിടെ വന്നു. ഇവിടെ 5ാമത്തതാണ്, നേരെ ക്രോസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 40 ആണ്. 40 5ാമത്തതാണ്, നേരെ ക്രോസ് ചെയ്തു. 38 എന്ന് പറയുന്നത് ഇവിടെയും 5ാമത്തതാണ്, ക്രോസ് ചെയ്തു. ഇനി 36 എന്ന് പറയുന്നത് അടുത്ത സെറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. 43 എന്ന് പറയുന്നത് ഇവിടെയും സ്റ്റാർട്ട് ചെയ്തു. 37 എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ്. 28 ഇതിനൊക്കെ ഇടയിലാണ് വരുന്നത്. 25നും 30ക്കും ഇടയിലാണ്. 27നും അവിടെ തന്നെയാണ് വരുന്നത്. 32 വരുന്നത് ഇവിടെയാണ്. 36 വരുന്നത് ഇവിടെയാണ്. 38 വരുന്നതും ഇവിടെ തന്നെ. 36 അഗെയിൻ വീണ്ടും ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ടോ. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്ത് പോകാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആദ്യം മിസ് അത് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിട്ട് പിന്നെ സ്പീഡായിട്ട് നമ്മൾ കവർ ചെയ്ത് പോയത്. എനിക്ക് തോന്നുന്നു ഞാനിവിടെ ചെയ്യുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, നല്ല രസമല്ലേ? ജസ്റ്റ് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് 33 എന്ന് പറയുന്നത് 30ക്കും 35നും ഇടയിലാണ്. 32ഉം അവിടെ തന്നെയാണ്. 28 എവിടെയാ? ഇവിടെയാണ്. 27നും അവിടെ തന്നെയാണ്. 23 ഇവിടെയാണ്. 26 ഇവിടെയും ഒരു സെറ്റ് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനി 28 ഇവിടെയും അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി 31 എന്ന് പറയുന്നത് ഇവിടെയും ഒരു സെറ്റ് കഴിഞ്ഞു. കഴിഞ്ഞു അല്ലേ? അതെ, അങ്ങനെ നമ്മളുടെ ടാലി എന്ത് ചെയ്തു? ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ? ബ്ലാക്കില യെല്ലോ റൗണ്ട്. എനിക്ക് മറ്റേ തേനീച്ച കൂടാണ് ഓർമ്മ വന്നത്. റൗണ്ട് അല്ല അവിടെ, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ യെസ്. ഓക്കെ, അതെല്ലാം പോട്ടെ, നമുക്ക് നമ്മുടെ സ്റ്റാറ്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ടാലി നമ്മൾ എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു. ഇനി അടുത്ത കോളം എന്താണ്?
ഫ്രീക്വൻസി, ഓക്കെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൗൺസ് എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പോൾ ലാസ്റ്റ് കോളം കൂടി ഒന്ന് ഫില്ല് ചെയ്താൽ നമ്മുടെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനും അവസാനിച്ചു. ഫ്രീക്വൻസി എന്നാണ് മിസ് കൊടുക്കുന്നത്. ക്ലാസ് ആകുമ്പോൾ ഫ്രീക്വൻസി എന്നാട്ടോ സാധാരണ പറയുന്നത്. ഓക്കെ, എത്ര പേരുണ്ട് ഇവിടെ? എത്ര ടൗൺസ് ഉണ്ട്? 2 ടൗൺസ് ആണ്. എന്ത്? 20നും 25നും ടെമ്പറേച്ചർ ഹയസ്റ്റ് വന്നിരിക്കുന്ന എത്ര ടൗൺസ് ആണ്? 2 ടൗൺസ് ആണ്. ഇവിടെയോ ഇത് 5 ഇപ്പോൾ 10 ആയി. പിന്നെ ഒന്നുകൂടി ഉണ്ട്, അപ്പോൾ 11. ഓക്കെ, ഇവിടെയും 5 + 5 10 ആണ്. ഇവിടെയും 5 + 5 10 ആണ്. ഇവിടെയും 5 + 1 6 ആണ്. ഇവിടെ 1. ഓക്കെ, ഇത് നമുക്ക് എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒന്നും തന്നെ വന്നിട്ടില്ല അല്ലേ? ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി ഇവരെല്ലാവരെയും കൂട്ടി നോക്കുമ്പോൾ എത്ര തന്നെ വരും? നമ്മളോട് എത്ര ടൗൺസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? 40 ടൗൺസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 40 തന്നെ നമ്മൾക്ക് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ സിമ്പിളായി തന്നെ ജസ്റ്റ് പറഞ്ഞു പോകാനുള്ള അല്ലേ, നമുക്ക് നന്നായി തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. 4 മാർക്കിൻ്റെ എല്ലാം വരും. അപ്പോൾ ആ 4 മാർക്ക് കളയരുത്, നന്നായി തന്നെ പഠിച്ച് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് സ്കോർ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈസിയാണ്, അതിൻ്റെ കൂടെ തന്നെ മാർക്ക് പോകാൻ വളരെയധികം ചാൻസും കൂടുതലാണ്. എവിടെയെങ്കിലും ഒരു ടാലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാറിപ്പോയാൽ മതി, നമ്മുടെ ടോട്ടൽ ഫുൾ അങ്ങ് ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ നന്നായി തന്നെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ എടുത്തു ചാടി വളരെ സ്പീഡിൽ അല്ലെങ്കിൽ ഈസി ആണെന്നുള്ളൊരു മൈൻഡിൽ നിൽക്കരുത്. വളരെ ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നമുക്ക് വരക്കാനൊക്കെ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അല്ല, ഓൾറെഡി ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം വരക്കുക, ആവൃത്തി ചതുരം വരക്കുക. ഓക്കെ ആണല്ലോ? നല്ല രസമാണ് ഇത് വരച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട്. ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്നത് കുറച്ച് ഹൗസ് ഹോൾസിന്റെ 60 പേരുണ്ട്. ഓക്കെ, ഇവരുടെ ഡെയിലി ഇൻകം, ഓക്കെ, ദിവസേന കിട്ടുന്ന ഈ ഒരു വരുമാനം അല്ലെങ്കിൽ കൂലി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻകം, ഓക്കെ, വരുമാനം തന്നിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ഹൗസ് ഹോൾസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. 3 കുടുംബങ്ങൾക്ക് 200 മുതൽ 250 വരെയാണ് കിട്ടുന്നത്, പൈസ കിട്ടുന്നത് ഡെയിലി. 7 കുടുംബങ്ങൾക്ക് കിട്ടുന്നത് 250 മുതൽ 300 വരെയാണ്. അതാണ് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? ഹിസ്റ്റോഗ്രാം ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം തന്നെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കാം. സ്കെയിലൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ വരക്കണം കേട്ടോ. ഓക്കെ, ഇത് വൈ ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, ഇത് മിസ് കുറച്ചുകൂടി ഒന്ന് നീട്ടിയതാ, ഒന്ന് ലാവിഷായിട്ടൊന്ന് വരച്ചേക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കാം. ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും ആണ് വരുന്നത്. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്, ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാൽ ഡെയിലി ഇൻകം എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര വരെ എന്നാ പറയുന്നത്? കൃത്യം 200 രൂപ ഇത്ര കുടുംബങ്ങൾക്ക് അങ്ങനെയല്ല തന്നിരിക്കുന്നത്. 200 മുതൽ 250 വരെ അല്ലെ, ക്ലാസസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ വരുന്ന ഡിഫറൻസ് 50 അല്ലേ? ഇവിടെയും 50 ആണ്, ഇവിടെയും 50 ആണ്. കണ്ടോ? 300 to 350, 350 to 450. ഓക്കെ, സോറി 400. അപ്പോൾ ഈ 50 ആണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് താഴെ 50 വെച്ച് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്ത് പോകാം. ഓക്കെ ആണല്ലോ? അപ്പോൾ 0 to അടുത്തത് 50 കൂട്ടുമ്പോൾ 50 വന്നു. 50 കഴിഞ്ഞാൽ 100 അല്ലെ? വീണ്ടും 50 കൂട്ടുമ്പോൾ 100 വരും. അടുത്തത് 150, പിന്നെയാണ് 200 വരുന്നത്. ഓക്കെ, പിന്നെ എത്രയാണ്? 250, 300. എത്ര വരെയാ വരയ്ക്കേണ്ടത്? 500 വരെയും നമ്മൾക്ക് വരയ്ക്കേണ്ടതുണ്ട് അല്ലേ? 300, പിന്നെ 350, 400, 450, 500. ഓക്കെ ആണല്ലോ? ഇവിടെ എടുക്കുന്ന അളവുകളെല്ലാം എന്തായിരിക്കണം? തുല്യമായിരിക്കണം കേട്ടോ. യെസ്, ഓക്കെ. ഇവിടെ മിസ്സിന് സ്കെയിലൊന്നുമില്ല, ജസ്റ്റ് കൈ കൊണ്ട് റഫ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസമൊക്കെ വരാട്ടോ. ഓക്കെ ആണല്ലോ? അങ്ങനെ 500 വരെയും നമ്മൾ വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്താം? ഡെയിലി ഇൻകം ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കാം. ഡെയിലി ഇൻകം അതാണ് നമ്മളിവിടെ താഴെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് അല്ലെ? അപ്പോൾ ഇവിടെയും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം.
നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ്. ഇവിടെ നമ്മൾ എന്താണ് എത്ര വെച്ചിട്ടാണ് എടുക്കേണ്ടത് നോക്കാം. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 3 ആണ്, 20 വരെയും ഉണ്ട് അല്ലെ. ഏറ്റവും ചെറുത് 3, 20 വരെയുണ്ട്. ഒന്നില്ലെങ്കിൽ 1, 2, 3, 4, 20 വരെ എടുക്കാം. മിസ് ഇവിടെ 2, 4, 6, 8 എത്രയാണോ ഡിഫറൻസ് എടുക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ. ആദ്യം 2 എടുത്തു, പിന്നെ 4 എടുത്തു, പിന്നെ 7 എടുത്തു, അങ്ങനെ പറ്റത്തില്ല. എന്താണോ ഡിഫറൻസ് അത് കറക്റ്റായി തന്നെ കീപ്പ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. മിസ് ഇവിടെ 20 വരെയും വരക്കുന്നില്ല. 2, 4, 6, 8 അങ്ങനെയാണ് പോകുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, ഒരെണ്ണം കൂടി വേണം, 10. അപ്പോൾ ദാ 2, 4, 6, 8, 10, 12, 14, 16, 18, 20. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിയേക്കാം. 200 മുതൽ 250 വരെയും 3 ആണ് തന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. 200 ഇവിടെയാണ് വരുന്നത്. 200 മുതൽ 250 വരെയും എത്രയാണ്? 3 ഹൗസ് ഹോൾഡ്സ് ആണ് ഉള്ളത്. അപ്പൊ 3 എന്ന് പറയുന്നത് ഏകദേശം ഈ 2നും 4നും ഇടയിലാണ് വരുന്നത് അല്ലേ. ഓക്കെ ആണല്ലോ. അപ്പൊ നേരെ 3ന് നേരെ വരച്ചു. ക്ലിയർ? ഒന്ന് മേളിലൊന്ന് 3 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, മാർക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഈ ഒരു ഗ്രാഫ് കിട്ടും. ഓക്കെ, സെറ്റ് ആണല്ലോ. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം. 250 മുതൽ 300 വരെയും എത്രയാണ്? 7. അപ്പോൾ 250 മുതൽ 300 വരെയും 7 എന്ന് പറയുമ്പോൾ ഏകദേശം 6നും 8നും ഇടയിലാണ് വരുന്നത്. 7 സ്കെയിൽ വെച്ച് നല്ല ഭംഗിയിൽ വരക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എത്രയാണ്? 300 to 350 15 പേരാണ്. 15 എന്ന് പറയുമ്പോൾ ഏകദേശം 14നും 16നും ഇടയിൽ വരും. 300 to 350 15 പേരാണ്, 15 ഹൗസ് ഹോൾഡ്സ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നല്ല രസത്തിൽ വരക്കാൻ ജസ്റ്റ് എക്സും വൈയും വരക്കാൻ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. നേരെ അങ്ങ് സ്കെയിലും പെൻസിലും എടുത്ത് അല്ലെ പണി അങ്ങ് തുടങ്ങുക. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം. 350 to 400 20 ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ 350 to 400 ആണ് പൈസ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക്. ഓക്കെ, യെസ്, 20. ഇനി അടുത്തത് 400 to 450 എത്രയാണ്? 9. ഓക്കെ, 9 കുടുംബങ്ങളാണുള്ളത്. 9. ഇവിടെ വരച്ചിരിക്കുന്നുണ്ടോ? കണ്ടോ? 400 to 450 അതാണ് ഈ 9. ഓക്കെ, യെസ്. ഇനി ലാസ്റ്റ് വൺ 450 to 500 6 ആണ്. 450 to 50 450 to 500 ഞാൻ 50 എന്നാണല്ലേ പറഞ്ഞത്. ഓക്കെ, എത്രയാണ്? 6. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ഹിസ്റ്റോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് ഹെഡിങ് കൊടുക്കണേ, ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നേരെ വരച്ചു പോവാം. ഓക്കെ ആണല്ലോ, സെറ്റ്. അപ്പോൾ ഇതാണ് ഹിസ്റ്റോഗ്രാം. ഇതും നമ്മളോട് എന്താണ് 4 മാർക്കിനെല്ലാം നമുക്ക് ചോദിക്കും. 4 മാർക്കിനോ 3 മാർക്കിനോ ഹിസ്റ്റോഗ്രാം വരക്കാനായിട്ടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു ആൻസറും നമ്മൾക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാനായിട്ട്, ഈ ഒരു ആൻസർ എഴുതി നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു അല്ലേ. പെട്ടെന്ന് കഴിയുന്നുണ്ടല്ലേ. കാരണം എന്താ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇനി മിസ് പറഞ്ഞു ഹിസ്റ്റോഗ്രാം ഉണ്ട്, അതുപോലെ ഫ്രീക്വൻസി ടേബിൾ നമ്മൾ പഠിച്ചു. 2 പേരെയും വരക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ആ തേർഡ് പാർട്ടിൽ നമ്മളോട് ചോദിക്കും. ഒരു ഡീറ്റെയിൽസ്, ഒരു ഡാറ്റ തന്നിട്ട് നമ്മളോട് പറയും ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയതിന് ശേഷം ആ ടേബിൾ വെച്ചിട്ട് ഹിസ്റ്റോഗ്രാമും വരക്കാൻ പറയും. ഇത്ര നേരം നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഒന്നില്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാം, തന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഹിസ്റ്റോഗ്രാം വരക്കാം, ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽസ് തന്നിട്ട് ടേബിളും നമ്മൾ തന്നെ ഉണ്ടാക്കണം, ഹിസ്റ്റോഗ്രാം നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും അടുത്ത ക്വസ്റ്റിന് വേണ്ടിയിട്ട് റെഡി ആണല്ലോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആ ഒരു ക്വസ്റ്റിനും കൂടി ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ പോർഷൻസും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, കവർ ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 45 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ 45 കുട്ടികളുണ്ട്. അവരുടെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അവരുടെ ഭാരം തന്നിട്ടുണ്ട്. അപ്പോൾ 41 കിലോഗ്രാം ഉണ്ട്, 31 കിലോഗ്രാം, അങ്ങനെ പല ഓരോരുത്തരുടെ വെയിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം, എന്നിട്ട് അതിൻ്റെ ഹിസ്റ്റോഗ്രാമും വരക്കേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ ഫ്രീക്വൻസി ടേബിൾ വെറുതെ 1 2 3 4 എഴുതി പോകാൻ പറ്റുമോ? ഇല്ല, കാണുമ്പോൾ തന്നെ അറിയാലേ, ക്ലാസ്സസ് ആയിട്ടാണ് എഴുതാൻ പറ്റുക. ഓക്കെ, നമ്മൾ പഠിച്ച സെക്കൻഡ് മെത്തേഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് വരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയേക്കാം. ഏറ്റവും ചെറുത്, കാരണം ക്ലാസ് തുടങ്ങുന്നത് എത്ര മുതൽ എത്ര വരെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറുതും ഏറ്റവും വലുതും ഏതാണെന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ചെറുത് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 31 ആയിരിക്കും ഏറ്റവും ചെറുത്.
ഏറ്റവും വലുതെന്ന് പറയുന്നത് 57 ഇല്ല 69 വരുന്നുണ്ട്, 75 വരുന്നുണ്ട്. ഓക്കെ, ഏറ്റവും വലുത് വരുന്നത് 75 ഓക്കെ, അപ്പോൾ 75 വരെയും വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 31 എന്ന് പറയുമ്പോൾ ഏകദേശം 30 to 35 അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് കിട്ടിയില്ല മിസ്സേ, അല്ലെങ്കിൽ ആദ്യത്തെ ഇപ്പം 31 ചെറിയതും ഉണ്ടായിരുന്നു പക്ഷെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബോക്സ് വരക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് ഒന്ന് കളയാം. ഓക്കെ, എന്നിട്ട് എഴുതി തുടങ്ങാം. അപ്പോൾ ഏതെങ്കിലും കണ്ണിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പിൽ അങ്ങ് ഫില്ല് ചെയ്ത് പോകാമല്ലോ. യെസ്, അപ്പോൾ ദാ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദാ മിസ് ദാ ഇവിടെ ഓൾറെഡി മെൻഷൻ ആക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ ആദ്യത്തെ കോളം വരച്ചേക്കാം. ആദ്യത്തെ കോളം എന്താ തന്നിരിക്കുന്നത്? വെയിറ്റ് ആണ്, ഭാരമാണ് തന്നിരിക്കുന്നത്. വെയിറ്റ് കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ്സസ് എഴുതിയാലും കുഴപ്പമില്ല, രണ്ട് എഴുതിയാലും ശരിയാണ്. ഓക്കെ, 30 to 35 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കോളംസ് ഒന്ന് വരച്ചോട്ടെ. ഓക്കെ, എത്ര വരെ പോകുമെന്ന് അറിയില്ല. ഓക്കെ, നോക്കാം. അപ്പോൾ 30 to 35, ഞാനിവിടെയും 5 ക്ലാസ് ഡിഫറൻസ് എടുക്കുന്നത്. 35 to 40, 40 to 45, 45 to 50, 50 to 55, 55 to 60, 60 to 65 തികയില്ലേ? നോക്കാം. 65 to 70, 70 to 75, 75 to 80. ഓക്കെ, സെറ്റാണ്. ഇനി നമുക്കിതാ നേരെ തന്നെ എന്ത് ചെയ്യാം? അടുത്ത കോളം എന്തായിരിക്കും? അത് തന്നെ നമ്മുടെ ടാലി അല്ലേ. ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുമ്പോൾ ടാലി വേണം അല്ലേ. ഓക്കെ, ടാലി. ഓക്കെ, അപ്പോൾ നമുക്ക് ടാലി ഒന്ന് നോക്കിയേക്കാം. കുറച്ചുകൂടി ഒന്ന് ഇപ്പുറത്തേക്ക് വരക്കാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? ഓരോ നമ്പേഴ്സും മാർക്ക് ചെയ്ത് ഇവിടേക്ക് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. 41. ഈ 41 എന്ന് പറയുന്നത് ഏതിനൊക്കെ ഇടയിലാണ് വരുന്നത്? 40നും 45നും ഇടയിലാണ് എന്ത് വരുന്നത്? 41. അടുത്തത് 31. 31 എന്ന് പറയുന്നത് 30നും 35നുമാണ്. 48. മിസ് സ്പീഡിൽ പോയിക്കോട്ടെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റുമല്ലോ അല്ലേ, എല്ലാം സെറ്റാക്കി അല്ലേ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി മൈൻഡിലേക്ക് കയറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് പതിയെ പോകേണ്ട ആവശ്യമില്ല അല്ലേ. ജസ്റ്റ് ഏതെങ്കിലും ഇടയിൽ ഓരോ നമ്പേഴ്സ് വരും എന്ന് നോക്കാൻ മാത്രമേ ഉള്ളൂ അല്ലേ. അത് നിങ്ങൾക്ക് നന്നായി തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ 48, 45നും 50നും, 34 ദാ ഇവിടെയാണ് വരുന്നത്. 75 എവിടെയാണ് വരുന്നത്? ദാ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, 39 എന്ന് പറയുന്നത് എവിടെയാ? ദാ ഇവിടെയാണ് വരുന്നത്. 45 എവിടെയാണ് വരുന്നത്? 45 to 50. ഓക്കെ, ഇനി 41 ഇവിടെയാണ്. 55 എവിടെയാണ് വരുന്നത്? 55 to 60 വരുന്നത്. ഇനി 52 ഇവിടെയാണ്. 40 ഇവിടെയാണ്. 57 ഇവിടെയാണ്. 43 ഇവിടെയാണ്. 61, 47 എവിടെ? 47, 64 ഇവിടെ. 56 ഇവിടെ. 47 ഇവിടെ. അവിടെ രണ്ട് സ്ഥലത്ത് ഇപ്പോൾ 4 ആയിട്ടുണ്ട്. ഇനി 5ാമത്തത് നമ്മൾ എന്ത് ചെയ്യുക? ടാലി ഇങ്ങനെ വെട്ടണം. ഓക്കെ, യെസ്. ഇനി അടുത്തത് എത്രയാണ്? 41. ഇവിടെ 41 എന്ന് പറയുമ്പോൾ ഒന്ന് ക്രോസ് ചെയ്തു. ഇനി 59 ഇവിടെയാണ്. 46 ഇവിടെയും ക്രോസ് ചെയ്തിട്ടുണ്ട്. 67 ഇവിടെയാണ് വരുന്നത്. 45 വരുന്നത് ഇവിടെയാണ്. അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്തു. 64 വരുന്നത് ഇവിടെയാണ്. 48 എവിടെയാ? ഇവിടെയാണ്. 52 ഇവിടെയാണ്. അയ്യോ, ഇനിയും ഉണ്ടല്ലേ, കഴിഞ്ഞിട്ടില്ല. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് സ്പീഡാക്കിയേക്കാം. 58 ഇവിടെയാണ്. 5 ക്രോസ് ചെയ്തു. 53 ഇവിടെയാണ്. 64 ഇവിടെയാണ്. 59 എവിടെ? 59 പുതിയത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. 43 എന്ന് പറയുന്നത് 43 എവിടെയാ? ഇവിടെയാണ്. 50 ഇവിടെയാണ്. 62 5 54 ഇവിടെയും 5 68 എവിടാ? ഇവിടെയാണ്. 59 എവിടെയാ? 59. യെസ്, കുറേ നേരം ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ബ്ലാങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 59 ചെയ്തു. 69 എന്ന് പറയുന്നത് ഇവിടെയാണ്. 57 എവിടെ? 57. വീണ്ടും ഒരു 57 കൂടി വരുന്നുണ്ട്. എഗെയിൻ എവിടെയാ? ഇവിടെ തന്നെയാണ് വരുന്നത്. 53 എന്ന് പറയുന്നത് ഇവിടെയാണ്. പുതിയൊരു സെറ്റ് സ്റ്റാർട്ട് ചെയ്തു. 52 അവിടെ തന്നെയാണ്. 56 ഇവിടെയും ഒരു സെറ്റ് കഴിഞ്ഞു. ഓക്കെ, 56. 61 ഇവിടെയാണ്. പുതിയത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്താ വരുന്നത്? 55 എന്ന് പറയുന്നത് എവിടെയാ? 55
ഇവിടെയാണ്. ദെൻ 69 എന്ന് പറയുന്നത് ഇവിടെയാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെ അതും നമ്മുടെ എന്ത് ചെയ്തു, കഴിഞ്ഞു. സെറ്റാണല്ലോ. ഇവിടെ 70-നും 75-നും ഇടയിൽ ആരും വന്നിട്ടില്ല കേട്ടോ. ബാക്കി എല്ലായിടത്തും നമുക്ക് ഫില്ലായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് എന്താ തന്നിരിക്കുന്നത്, ചിൽഡ്രൻ അല്ലെ, കുട്ടികളുടെ വെയിറ്റ് അല്ലേ തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ചിൽഡ്രൻ നമുക്കൊന്ന് നോക്കാം. നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ എണ്ണം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഇവിടെ 2 പേരാണ്, ഇവിടെ ഒരാളാണ്, ഇവിടെ 5 + 1 6, ഇവിടെയും 5ഉം പിന്നെ ഒരു 2ഉം വരുന്നുണ്ട് 7, ഇവിടെയും 5 2 വീണ്ടും 7 വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, 5 + 5 + 1, അപ്പോൾ 10 + 1 11 പേര് വരുന്നുണ്ട്. ഇവിടെ 5 + 1 6 പേരാണ്. ഇവിടെ എത്ര പേരാണ്, 4 പേരാണ്. ആൻഡ് ഇവിടെ ഒരാൾ കൂടി വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതും നമ്മുടെ കഴിഞ്ഞു. ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞു, ഫ്രീക്വൻസി ടേബിൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്തുകൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്റോഗ്രാം കൂടി വരക്കണം അല്ലെ. ഫ്രീക്വൻസി ടേബിളും ഉണ്ടാക്കിയിട്ട് ഹിസ്റ്റോഗ്രാം കൂടി വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോഗ്രാം ഇതുപോലെ തന്നെ സിമ്പിളായി തന്നെ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോഗ്രാം നമുക്കൊന്ന് നോക്കിയേക്കാം. യെസ്, നമ്മുടെ കയ്യിൽ ടേബിൾ ഉണ്ട്. ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുന്നുണ്ടേ. ഇത് കുറച്ചൊന്ന് നീക്കി വരക്കേണ്ടതുണ്ടല്ലേ, നമുക്ക് 80 വരെയെല്ലാം പോകാനുണ്ട്, 0 മുതൽ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കുറച്ച് നീങ്ങിയേക്കാം. ഓക്കെ, ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 5 അല്ലെ, 5 അല്ലേടാ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്ലാസ് ഇൻ്റർവെൽസ്. അപ്പോൾ 5 10 15 20 25 30 35 40 45 50 55 60 65 70 75 80. ഓക്കെ, അവിടെ വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്തേക്കാം. 5 10 15 20 25 30 35 40 45 50 55 60 65 70 75 80 85 ഇരുന്നോട്ടെ അല്ലേ. യെസ്, അവിടെ എന്താ നമ്മൾ മാർക്ക് ചെയ്തത്, വെയിറ്റ് ആണ്, ഭാരമാണ്. അപ്പോൾ വെയിറ്റ് എന്ന് കൂടി നമ്മൾക്കൊന്ന് കൊടുത്തേക്കാം. കിലോഗ്രാമിലാണ് പറയുന്നത്. ഇനി ഈ സൈഡിൽ എന്താ മാർക്ക് ചെയ്യാൻ പോകുന്നത്, കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് ചിൽഡ്രൻ, അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. നമ്പർ ഓഫ് ചിൽഡ്രൻ. ഓക്കെ, നമ്പർ ഓഫ് ചിൽഡ്രൻ നമ്മളവിടെ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ടേബിൾ ഒന്ന് നോക്കിയേക്കാം. 2 1 മുതൽ ഒരു 11 വരെയും വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 1 2 3 അല്ലെ, 2 4 6 8 എടുക്കേണ്ട ആവശ്യമില്ല. 1 2 3 4 11 വരെയും മാർക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 11 10 9 8 7 6 5 4 3 2 1 അല്ലേ. കുറച്ച് വെറൈറ്റി ഇരുന്നോട്ടെ, എപ്പോഴും 1 2 3 എന്നല്ലേ നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാണ്. ഇനി നമ്മൾക്ക് നേരെ എന്ത് ചെയ്യാം, ടേബിളിൽ തന്നിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് നേരെ ഇവിടേക്ക് വരക്കാം. ഓക്കെ, കഴിഞ്ഞു കേട്ടോ, ഇത്രയേ ഉള്ളൂ. അയ്യോ, ഇവിടെ ഹെഡിങ് ഒന്ന് കൊടുക്കണേ, ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പോൾ ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇപ്പോൾ 30 മുതലാണ് നമ്മൾക്ക് എന്താ വന്നിരിക്കുന്നത്, ക്ലാസ് വന്നിരിക്കുന്നത്. അപ്പോൾ 0-ൽ നിന്ന് 30 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറയട്ടോ. ഏത് രീതിയിലായാലും നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റായി തന്നെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മാർക്ക് ചെയ്ത് തന്നെ പോകണം കേട്ടോ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ? നമുക്കപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് വന്നേക്കാം. 30 to 35 എത്ര നമ്പർ ഓഫ് ചിൽഡ്രൻസ് എത്രയാണ്, 2. അപ്പോൾ 30 to 35 2 കുട്ടികളാണ്. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് 35 to 40 ഒരാളാണ്, ഒരാളേ ഉള്ളൂ അല്ലേ. ഓക്കെ, 35-നും 40-നും ഇടയിൽ വെയിറ്റ് വരുന്ന ഒരു കുട്ടിയേ ഉള്ളൂ. ഓക്കെ, 40 to 45 6 കുട്ടികളുണ്ട്. 6 പേര് ഏകദേശം ഇവിടെയാണ് വരുന്നത്, 40 to 45. ഇനി നെക്സ്റ്റ് 45 to 50 7 കുട്ടികളാണ്. 7 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മേളിൽ വരും. 45 to 50. അടുത്തതും എത്ര തന്നെയാണ്, 50 to 55 7 കുട്ടികൾ തന്നെയാണ്. വീണ്ടും 50 to 55 7 കുട്ടികളാണ്. ഇവിടെ മാർക്ക് ചെയ്തില്ല അല്ലേ. ഓക്കെ, മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ പറയും മാർക്ക് ചെയ്ത് പോകാൻ. കാരണം നമ്മുടെ ഗ്രാഫിനൊരു ഭംഗി അല്ലെങ്കിൽ ഒരു പൂർണ്ണത വരുന്നത് ഈ ഒരു മാർക്കിങ്ങും കൂടി കഴിയുമ്പോഴാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 55 to 60 എത്രയാണ്, 11 കുട്ടികൾ അല്ലേ. ഓക്കെ, അപ്പോൾ മെജോറിറ്റി കുട്ടികളുടെയും വെയിറ്റ് വരുന്നത് 55 to 60 ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് എന്താണ്, 60 to 65 6 കുട്ടികളാണ്. 60 to 65 6 കുട്ടികളാണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. 65 to 70 4 കുട്ടികളാണ്. 65 to 70
4 കുട്ടികളാണ്. ഇനി നോക്കിക്കേ, 70 to 75 ആർക്കെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് നമുക്ക് 75 to 80 ഒരു കുട്ടിയുണ്ട്. അപ്പൊ 75 to 80 ഒരു കുട്ടിയുടെയും മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മളുടെ ഹിസ്റ്റോഗ്രാം. ഇതാ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ടേബിളോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ലായിരുന്നു. ടേബിൾ നമ്മൾ തന്നെ വരച്ചു, നമ്മൾ തന്നെ ഹിസ്റ്റോഗ്രാമും ഇതാ വരച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് മാത്രം തന്നിട്ട് ഹിസ്റ്റോഗ്രാമും ടേബിളും വരക്കാൻ പറഞ്ഞാൽ നമുക്ക് സുഖമായി തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന നമ്മളുടെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി തന്നെ എന്ത് ചെയ്യണം? പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫ്രീക്വൻസി ടേബിൾ വരക്കാൻ പഠിച്ചു. അത് സിമ്പിൾ ആയിട്ടല്ലേ, ക്ലാസ്സസ് ഇല്ലാതെ വരക്കാൻ പഠിച്ചു, ക്ലാസ്സസ് വെച്ച് വരക്കാൻ പഠിച്ചു. പിന്നെ ഹിസ്റ്റോഗ്രാം പഠിച്ചു. പിന്നെ എന്താണ്? ഡീറ്റെയിൽസ് തന്നിട്ട് ഫ്രീക്വൻസി ടേബിൾ എഴുതിയതിന് ശേഷം ഹിസ്റ്റോഗ്രാം വരക്കാനായിട്ടും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുള്ളൂ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. എത്ര ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈസിയായി തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ഇന്നെടുത്ത കാര്യങ്ങൾ നന്നായി തന്നെ പഠിക്കാം. ഇതേ നമ്പർ അല്ല, ഈ നമ്പേഴ്സ് മാറിയേ വരത്തുള്ളൂ, വേറെ മോഡലൊന്നും ഇല്ല നമ്മൾക്ക് വരാനായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിച്ച് നല്ല സൂപ്പറായി തന്നെ എക്സാം എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.